ഇന്ന് നമുക്കൊരു ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞിനൊരു രാധയാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതേ കണ്ടില്ലേ, ഈ ജട പിടിച്ച മുടി, അതായത് കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മുടി പെട്ടെന്ന് ജട കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ നന്നായിട്ട് ചീന്തി മേലേക്കൊന്ന് കെട്ടി വയ്ക്കാം. ഇനി നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനും നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ആരി പിടിച്ചൊരു ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഖത്ത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്, മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഖം നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നത്, ഇനി ഒരുപാട് മേക്കപ്പ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അത് ആദ്യം തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തതൊരു ഫൗണ്ടേഷനാണ്, NYBയുടെ 3-in-1 ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. NYBയുടെ ഫൗണ്ടേഷൻ 3-in-1 ആയതുകൊണ്ട് തന്നെ പ്രൈമറും ഫൗണ്ടേഷനും സെറും അതിലുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അതിനുശേഷം ഫിറ്റ്മിയുടെ ഒരു ലൂസ് പൗഡർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ആ സ്ട്രോപ്പ് ക്രീം തന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മൂക്കിൻ്റെ ആ ഒരു വശം, അതുപോലെ കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും താടിയിലും കൂടെ ഒന്ന് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കും കേട്ടോ. അതിനുശേഷം ഗ്ലിറ്ററിങ് ഉള്ളൊരു ലൂസ് പൗഡർ എടുത്തിട്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ ബ്ലഷായിട്ട് ഈ 2 കളറൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം അത് ഈ ചീക്കിൻ്റെ 2 വശത്തും, അതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മൂക്കിൻ്റെ ആ ഒരു സൈഡിലും താടിയിലും നെറ്റിയിലും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട് കേട്ടോ. അതിനുശേഷം ഈ 2 കളറാണ് നമ്മൾ ഐ ഷെയ്ഡ്സ് ആയിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത്, അത് മേലെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വളരെ ലൈറ്റായിട്ട് ചെറുതായിട്ടാണ്. അതിനുശേഷം നമ്മൾ മറ്റൊരു കളർ, അതായത് ഒരു മജന്ത കളറാണ്, അത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്കൊരു ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഐബ്രോസ് ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കൊളാവലാണ് പതിവ്. അപ്പോൾ രാധയെ കാരണം കൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും റെഡി ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗവും ചെയ്ത് അതിൻ്റെ ബാക്കിലെ ബ്രഷ് വെച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അവളുടെ മുഖം കണ്ടിട്ട് അവൾ തന്നെ ചിരിക്കുക കേട്ടോ. ഞാനും എല്ലാം കൂടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഐലൈനർ, അപ്പോൾ രാധയ്ക്കൊക്കെ നല്ല വാലിട്ട് കണ്ണെഴുതുന്നതാണല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ നന്നായിട്ടൊന്ന് വാലിട്ടിട്ടൊക്കെ എഴുതിയിട്ട് 2 കണ്ണും സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് കാജലാണ് കേട്ടോ. കണ്ണ് അത്യാവശ്യം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് കാജൽ കുറച്ച് ഡാർക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ 2ഉം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു ലിപ്പ് ലൈനർ എടുത്തിട്ട്, കുഞ്ഞിൻ്റെ ചുണ്ട് വളരെ ചെറുതാണല്ലോ, ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബീട്രൂട്ടിൻ്റെ ഒരു ലിപ്പ് ബാം എടുത്തിട്ട് ഒന്ന് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ചുണ്ടൊന്ന് ഓക്കെ ആയിരിക്കാനാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ചുവപ്പ് കളർ പൊട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു കളറിലുള്ള ചാന്ത് കൊണ്ട് അന്ന് വൈറ്റ് എടുത്തിട്ട് ആ പൊട്ടിൻ്റെ 4 പുറം ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഡോട്ടൊന്ന് ഞാനൊരു ചെറിയ സൂര്യനെ മാതിരി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചാന്തിൽ തന്നെയുള്ള റെഡ് കളർ എടുത്തിട്ട് നമ്മൾ ഐബ്രോസിൻ്റെ മേലെ ഇങ്ങനെ പൊട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും വളരെ ചെറുതായിട്ട് തന്നെ വൈറ്റ് ഇങ്ങനെ ഡോട്ടുകൾ അപ്ലൈ ചെയ്തിട്ട് 2 വശവും ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ. അതിനുശേഷം പൊട്ട് കുറച്ചുകൂടെ ഒന്ന് ആർഭാടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യെല്ലോ ചാന്ത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ 2-3 ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എനിക്കത് വേണ്ട തോന്നിയിട്ടോ, പിന്നെ ഞാൻ ആ ഭാഗം തൊടാൻ പോയില്ല. അതിനുശേഷം ലിപ്സ്റ്റിക്കാണ് കേട്ടോ, അത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഇതെനിക്ക് കുറച്ചുകൂടെ മാച്ചാവുമെന്ന് തോന്നി. അതിനുശേഷം നമ്മൾ മേലെ വരച്ചിട്ടുള്ള സൂര്യനെ താടിയിലും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സൂര്യനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് മുടി കെട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഇത് എനിക്ക് വലിയ രീതിയിൽ ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല. ഞാൻ ചെറിയ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ നന്നായി ചീന്തിയതിന് ശേഷം സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ട് വശത്തുനിന്ന് 2 ഭാഗം ഇതേമാതിരി ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മുടി ബാക്കിൽ നന്നായി ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മാറ്റിയിട്ടിട്ടുള്ള ഫ്രണ്ട് വശത്തെ മുടി ഒന്ന് ഇതേമാതിരി പൊന്തിച്ചിട്ട് നന്നായി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ സ്ലൈഡ് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റാക്കി ആക്കാതെ കുറച്ചൊന്ന് ലൂസായിട്ടാണ് കേട്ടോ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി തന്നെ അടുത്ത വശം ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് മേലോട്ടൊന്ന് ചീന്തിയിട്ട് ഇതേമാതിരി സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിലുള്ള മുടി നന്നായിട്ടൊന്ന് ചീന്തിയതിന് ശേഷം ഒരു പോണി ടൈലാണ് കെട്ടണത്.
അപ്പോൾ ഒരു ബൺ സ്റ്റൈലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കണത്. വടയൊന്നുമില്ല, അതായത് മുടിയിൽ വെക്കാനുള്ള വടയൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേമാതിരി പോൺടൈൽ കെട്ടിയിട്ട് ആ മുടിയൊക്കെ ഇതേമാതിരി ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബണ്ണും കൂടെ എടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാതിരി വന്നില്ല, പക്ഷെ ഞാനത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഇതേമാതിരി ചുറ്റിയിട്ട് ഓരോ സ്ലൈഡ് എടുത്തിട്ട് കുത്തിയിട്ട് ഏകദേശം ഞാനൊരു ബൺ സ്റ്റൈൽ മാതിരി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബൺ സ്റ്റൈലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇതാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്ന മുടി. ഏകദേശം ഈ ഒരു ലെങ്ത് ഉണ്ട്. ഇതിന് പിന്നിൽ 2 ഹുക്കുള്ള കാരണമുണ്ട്, അത് ഞാനിവിടെ കൊളുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ത്രെഡ് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ത്രെഡ് ഇല്ലെങ്കിലും അതവിടെ ഇരുന്നോളൂ കേട്ടോ. അതിനുശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒന്നിങ്ങനെ അവിടെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാധയുടെ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അടുത്തത് നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ടുണ്ടല്ലോ, സെൻറ്റർ പാർട്ടീഷൻ എടുത്തോടെ തന്നെ ഒരു മാട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നോളും. ഇനി രാധയ്ക്കുള്ള ഷോളാണ് കേട്ടോ. ഇതെൻ്റെ പഴയ ഒരു ധാവണിയുടെ ഷോളാണ്. അപ്പോൾ അതൊന്ന് ഞെറിയെടുത്തിട്ട് ഇതേ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഷോൾഡറിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞൊറി എടുത്തിട്ട് ഞാൻ അതോടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞൊറിയുടെ ഭാഗത്ത്. എന്നിട്ട് അത് ഈ ഷോൾഡറിൽ കുത്തി കൊടുത്തു. ബാക്കിയുള്ള ഷോൾ എടുത്തിട്ട് തലയിലും ഒന്ന് പിന്ന് കുത്തിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി വശം ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ടോപ്പ് വേറെയാണ്, സ്കേർട്ട് വേറെയാണ്, ഷോൾ വേറെയാണ് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോഴേക്കും അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാനത് ചെയ്യണത്. അതിനുശേഷം നമ്മൾ മുന്നിലോട്ട് ഞൊറി എടുത്തിട്ട് ഇട്ടിട്ടുള്ള ഷോള് പിന്നഴിച്ചതിന് ശേഷം ഓരോരോ ഞൊറികൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ അവിടെയൊക്കെ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഞൊറിയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഫ്രണ്ട് വശത്തെ ഞൊറിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് മറ്റേ ഷാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി രാധയുടെ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഒരു ജിമിക്കി കമ്മലെടുത്തിട്ടുണ്ട്, 2 മോതിരം, പിന്നെ ഒരു ചെറിയ മൂക്കുത്തി ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരോ ടൈപ്പ് മാലകളാണ്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ മാലകളൊക്കെ ആ ഡ്രസ്സിലേക്ക് സെറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ജിമിക്കി കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഹെവി ആയിട്ടുള്ള കമ്മൽ അവൾ ഇടാത്തതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നിറയെ നവരസങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ജിമിക്കി കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാലകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് നന്നായി അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതാണ്, പക്ഷേ കഴുത്തിലിടുമ്പോൾ എനിക്ക് അത്രത്തോളം ഒരു പക്ക അറേഞ്ച്മെൻറ്റ് കിട്ടിയില്ല. പക്ഷേ ഞാൻ ഒരുവിധം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ മാലകളൊക്കെ ആ ഡ്രസ്സിലേക്ക് നന്നായി മാച്ച് ആവുന്നുണ്ട് കേട്ടോ. എല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഒരേപോലെ സെറ്റായി വന്നത്. അങ്ങനെ മാലകളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തു. ഇത് ലാസ്റ്റ് മാലയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വളയാണ് കേട്ടോ. വള കുഞ്ഞിന് അധികം ഇടാത്ത കാരണം കൊണ്ട് തന്നെ കുഞ്ഞിന് വളകൾ കുറവാണ് കേട്ടോ. ഇതൊക്കെ പഴയ വളകളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ ചെറുതും വലുതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വേദനയുണ്ട്. അതാണ് കേട്ടോ എക്സ്പ്രഷൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ അറിയാൻ പാടില്ല പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുകയാണ് പാവം. അപ്പോൾ അതാ 2 കയ്യിലും വളകളൊക്കെ സെറ്റാക്കി. ഇനി ഞാൻ ഓരോ കയ്യിൽ ഓരോ മോതിരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മൂക്കുത്തി ഉണ്ടല്ലോ, 2 മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ, ഒരെണ്ണം കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വെച്ചിട്ട് അപ്പുറത്ത് ഞാനൊരു പൊട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഹിപ്പ് ചെയിനായിട്ട് ഞാൻ വേറൊരു മാല ജസ്റ്റ് ഒരു ഹിപ്പ് ചെയിൻ പോലെ ഞാൻ അതും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ രാധ ഇവിടെ സെറ്റാണ് കേട്ടോ. അവസാനമായിട്ട് കയ്യിൽ മെഹന്തിയോടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ മിനിമൽ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിക്കായിട്ട് അമ്പലത്തിലൊക്കെ പോയി നന്നായി പ്രാർത്ഥിച്ച് നന്നായി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.